ഓ, നിങ്ങൾ രണ്ടുപേരും ആ നശിച്ചവളുടെ പേരൊന്നും മിണ്ടാതിരിക്കോ? എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതേ, ഈ കുടുംബം നശിപ്പിച്ചവളാണ് ഇപ്പോഴും നിങ്ങൾക്കൊക്കെ വലുത്. ഇതുപോലത്തെ 4 എണ്ണം. നാലോ? അതെങ്ങനാ? ഞങ്ങള് 3 മക്കളല്ലേ അമ്മക്കുള്ളൂ. 4ാമത്തെ എവിടെ തോന്നു? നിന്റെ അച്ഛന്റെ കാര്യമാ പറഞ്ഞേ. ഓ, അങ്ങനെയായിരുന്നല്ലേ. ഞാൻ വിചാരിച്ചു. നീ എന്തു വിചാരിച്ചു? എന്താ ഇവിടെ പ്രശ്നം? ഞാൻ ഇടപെടേണ്ട കേസാണോ? നിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ കോറം തികഞ്ഞു. രോഹിയേട്ടാ, അമ്മ മുറ്റടിച്ചു വരുന്ന കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു രോഹിയേട്ടൻ അടിപൊളിയായിട്ട് ചെയ്യുന്നു. രോഹിയേട്ടനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് വയ്യ. മടിയെന്നാണോ? രോഹിയേട്ടൻ ആൺകൊച്ചല്ലേ, അങ്ങനെ ചെയ്യിക്കാവോന്നു? ഇതാണോ കാര്യം? സിമ്പിൾ മാറ്റർ. ആമ്പിള്ളേർ എങ്ങനെ മുറ്റടിക്കുന്നതെന്ന് വേണേ കണ്ടുപിടിച്ചോ. ഫാസ്റ്റ് ആൻഡ് പെർഫെക്റ്റ്. ഭാവിയിൽ ഉപകാരപ്പെടും. പറഞ്ഞിട്ട് കാര്യമില്ല. നാണമില്ലാത്തവന്റെ ആസനത്തിലെ ആല് കിളുത്ത തണലാണെന്ന് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാ കാണുന്നേ. ഐഡിയൽ മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് എനിക്ക് നാണം തോന്നില്ല. അമ്മ കുറെ നാളെ അങ്ങനെ കിടന്നപ്പോ ചെകുത്താൻ വർക്ക്ഷോപ്പ് ആക്കിയതാണെന്നാ എനിക്ക് തോന്നുന്നത്, അല്ലേ? നീ പോയി മുറ്റമടിക്കോ പാത്രം കഴുകോ എന്ത് വേണേ ചെയ്. ഓക്കെ, എന്നാ നിന്റെ ഫോണ്. അലീന ചേച്ചി വിളിച്ചായിരുന്നു, നിന്നോട് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. ഇവിടുത്തെ പണി തീർത്തിട്ട് മതി നിന്റെ ഫോൺ വിളി. അവള് ചാവാൻ കിടക്കുമെന്നല്ലോ ഇപ്പഴങ്ങ് തിരക്കിട്ട് വിളിക്കാൻ. അമ്മ ഇത് എന്ത് പരിപാടിയാ? എന്റെ പണിയൊക്കെ കഴിഞ്ഞില്ലേ? ആ ഫോണിങ് അന്നേ. ഇപ്പൊ നീ ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. അവളെ ഈ വീട്ടിൽ നിന്ന് ആരും വിളിക്കേണ്ട ഒരാവശ്യവും ഇല്ല. എനിക്കിഷ്ടമല്ല. അമ്മയോട് എന്റെ ഫോണിങ് തരാനാ പറഞ്ഞേ. വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. അമ്മേ, ആ ഫോണങ്ങ് അവൾക്ക് കൊടുത്തേ. അമ്മയ്ക്ക് ഇപ്പൊ അവളോട് വഴക്കിട്ടാലേ സമാധാനമാകത്തുള്ളൂ. അവളുടെ ഫോണല്ലേ അത്? അവളുടെ ഫോണോ? അവള് പണി ചെയ്ത് ഉണ്ടാക്കി വാങ്ങിയ ഫോണൊന്നും അല്ലല്ലോ ഇത്. ഞാനും നിന്റെ അച്ഛനും കൂടെ ഉണ്ടാക്കിയ കാശിന് വാങ്ങിച്ചതാ. അയ്യേ, അമ്മ എന്തിനാ ഇങ്ങനെ ചീപ്പാവുന്നേ? അതങ്ങ് കൊടുക്കുന്നേ. ആദ്യം നിന്റെയൊക്കെ അമ്മയായ ഞാൻ പറയുന്നത് കേൾക്കാനും അനുസരിക്കാനും പഠിക്കും. അത് കഴിഞ്ഞിട്ട് മതി എന്നെ അനുസരിപ്പിക്കുന്നത്. അപ്പൊ അമ്മ എനിക്ക് ആ ഫോൺ തിരിച്ചു തരത്തില്ലേ? തരുത്തില്ല. തരുത്തില്ല എന്ന് പറഞ്ഞ 3 തരം തരുത്തില്ല. നീയൊക്കെ മര്യാദ പഠിക്കുമെന്ന് ഞാനും നോക്കട്ടെ. ഉറപ്പാണോ തരത്തില്ലാന്ന്? നീ പോയി എന്റെ പണി നോക്ക്. നിന്റെ ഫോൺ എന്തായാലും ഇപ്പൊ തരാൻ എനിക്ക് മനസ്സില്ല. മാറ്റമില്ലാത്ത തീരുമാനത്തിൽ ഇല്ല എന്നാ ഞാൻ പറഞ്ഞേ. എനിക്കിതായാലും മതി. എന്റെ ഫോൺ താടി ഇവിടെ.